യെസ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സീക്വൻസസിൻ്റെ കൺവേർജൻസ് പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ അതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതായത് ആ വീഡിയോ പെട്ടെന്ന് സേവ് ചെയ്യേണ്ടി വന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അത് മുതൽ തുടങ്ങാം. സോ ആ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ വി വാണ്ട് എ റിസൾട്ട്. ദ റിസൾട്ട് സേസ് ദാറ്റ് ഇഫ് സീക്വൻസ് an is a convergent sequence, convergent എന്നാണ് വായിക്കേണ്ടത്, convergent sequence, and f is a continuous function, f is a continuous function, then limit n tends to infinity f of an equal to f of limit n tends to infinity an. So this is the result. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആവുകയും, ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എ എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് n tends to infinity, ലിമിറ്റ് n tends to infinity an കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് an കൺവേർജൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾക്ക് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് an കാണുന്നതും എഫ് ഓഫ് ലിമിറ്റ് n tends to infinity an കാണുന്നതും സെയിം ആയിരിക്കും. ഓർ ഐ ക്യാൻ സേ ദാറ്റ് ദ ലിമിറ്റ് ആൻഡ് ദി ഫംഗ്ഷൻ ക്യാൻ ബി ഇൻ്റർചേഞ്ചബിൾ ഓൺ എ കൺവേർജൻറ്റ് സീക്വൻസ്. ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അവിടെ ഫംഗ്ഷനും ലിമിറ്റും ഇൻ്റർചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്ന ലിമിറ്റാണ്, ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്ന ഫംഗ്ഷനാണ്. സോ ദാറ്റ് ഈസ് ദ എക്സാക്ട്ലി മീനിങ് ഓഫ് ദിസ് സെൻറ്റൻസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ഓർ ഫൈൻഡ് ദ ലിമിറ്റ് n tends to infinity sin pi n divided by 2n plus 1 ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ സൈൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എന്ന് എഴുതിയ പോലെയാണ്. ദാറ്റ് ഈസ് എഫ് ഈസ് ദി ഫംഗ്ഷൻ, സൈൻ ഈസ് എ ഫംഗ്ഷൻ. സോ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റ് എ ഫംഗ്ഷൻ. We know that trigonometric function sin x is continuous, അല്ലേ? Therefore f is continuous. കാരണം f കണ്ടിന്യൂസ് ആണെങ്കിൽ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. f is continuous. ഓക്കെ, ആൻഡ് ലെറ്റ് എ എൻ ഈക്വൽ ടു സീക്വൻസ് വേണമല്ലോ നമ്മൾക്ക്. എ എൻ എന്ന് പറയുന്നത് ഇതായിട്ട് എടുക്കുക, പൈ എൻ ഡിവൈഡഡ് ബൈ 2n plus 1. ഓക്കെ, ദെൻ ലിമിറ്റ് n tends to infinity a n ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റ് n tends to infinity a n, ദാറ്റ് ഈസ് ലിമിറ്റ് n tends to infinity pi n divided by 2n plus 1. ഡയറക്റ്റ്ലി ഇൻഫിനിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരും. ദറ്റ് ഈസ് എൽ ഹോപ്പിറ്റൽ റൂളൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ n ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. ലിമിറ്റ് n tends to infinity n pi n divided by n ഇൻറ്റു ഡിനോമിനേറ്റർ എന്നൊരു n ഔട്ട് സൈഡ് എടുത്തു, 2 plus 1 by n, n ക്യാൻസൽ ചെയ്തു. ദെൻ ലിമിറ്റ് കൊടുത്താൽ pi divided by 2 plus 1 by infinity, that is pi divided by 2 plus 0, so we get the value pi by 2. Okay, so we have limit n tends to infinity an is a existing value, which implies the sequence an is convergent. ഈ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമ്പോഴാണ് അത് കൺവേർജൻ്റ് ആവുന്നത് കേട്ടോ. സീക്വൻസ് an is convergent. Okay, therefore by previous result, by above result what I can write, limit n tends to infinity f of an equal to f of limit n tends to infinity an എന്ന് എഴുതാം. ദാറ്റ് ഈസ് ലിമിറ്റ് n tends to infinity, f എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, സൈൻ ഇതാണ് വരുന്നത്. സൈൻ എക്സ് അല്ല, എഫ് ഓഫ് എക്സ് ആണ് സൈൻ എക്സ്. എഫ് ഓഫ് എ എൻ സൈൻ ഓഫ് എ എൻ അല്ലേ. സൈൻ എ എൻ ഈക്വൽ ടു എഫ് ഓഫ് ലിമിറ്റ് n tends to infinity എ എൻ ഈസ് പൈ എൻ ഡിവൈഡഡ് ബൈ 2n plus 1. അയ്യോ, ഇവിടെ സൈൻ വേണം അല്ലേ, സോറി, സൈൻ ഓഫ്. ദാറ്റ് ഈസ് limit n tends to infinity sin of an is pi n divided by 2n plus 1 equal to sin of limit n tends to infinity pi n divided by 2n plus 1 നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. that is pi by 2. so sin 90. what is sin 90? sin 90 is 1, so which implies limit n tends to infinity sin of pi n divided by 2n plus 1 will be equal to 1. സോ യു ഗെറ്റ് ദ റിസൾട്ട്. ഇതല്ലേ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു, അത് ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഒന്നുമില്ല, ഈ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷനോട് സൈനും കോസും വന്നാൽ നമുക്ക് എഴുതാം, ടാൻ വന്നാൽ അങ്ങനെ എഴുതാൻ പറ്റില്ല, ടാൻ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ സൈനോ കോസോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് എഫ് എന്ന് വിളിച്ച് മാറ്റി വെച്ചിട്ട് ഇതിനെ എ എന്ന് വിളിക്കാം. ആ എൻ്റെ ലിമിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് അതിനകത്ത് എഫ് അപ്ലൈ ചെയ്താൽ മതി. എൻ്റെ ലിമിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തു, ഇതിനകത്ത് ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു, സൈൻ ഇതിനകത്ത് അപ്ലൈ ചെയ്തു. അപ്പോൾ സൈൻ 91, ദാറ്റ് വിൽ ബി അവർ ആൻസർ. ഓക്കെ, now we go to very important concept, geometric series.
ജോമെട്രിക് പ്രോഗ്രഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ജോമെട്രിക് സീരീസ് എന്താണെന്ന് പറയാൻ പോകണം. അപ്പോൾ ജോമെട്രിക് സീരീസ് എനിക്ക് പറയണമെങ്കിൽ വാട്ട് ഈസ് ജോമെട്രിക് സീക്വൻസ് അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പോകണം. സോ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അല്ലേ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഫസ്റ്റ് ടേം ഉണ്ടാവും, അത് കഴിഞ്ഞ് സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 6 മൾട്ടിപ്ലൈ ചെയ്യും, അത് കഴിഞ്ഞ് തേർഡ് ടേം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും ഒരു 6 മൾട്ടിപ്ലൈ ചെയ്യും, അപ്പോൾ AR² ആവും, ആൻഡ് അടുത്തത് AR³ ആവും, എക്സെട്ര. ഇങ്ങനെ പോകുന്ന സീക്വൻസിനെയാണ് നമ്മൾ ജോമെട്രിക് സീക്വൻസ് എന്ന് വിളിക്കാം. ദിസ് ഈസ് കോൾഡ് ജോമെട്രിക് സീക്വൻസ്. ഓക്കെ. അപ്പോൾ ഈ ജോമെട്രിക് സീക്വൻസിന് വിത്ത് ഫസ്റ്റ് ടേം എ അല്ലേ, ഫസ്റ്റ് ടേം എ ആൻഡ് ഒരു റേഷ്യോ അല്ലെങ്കിൽ ഒരു നമ്പറാണ് അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. എയുടെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്തു, ഇതിൻ്റെ കൂടെ വീണ്ടും 6 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് കിട്ടി, ഇതിൻ്റെ കൂടെ വീണ്ടും 6 മൾട്ടിപ്ലൈ, അപ്പോൾ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ റേഷ്യോ. ഹിയർ ആർ ആൻഡ് കോമൺ റേഷ്യോ ആർ. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം എ ആണ്, കോമൺ റേഷ്യോ 6 ആണ്. ഇതാണ് ജോമെട്രിക് സീക്വൻസ്. അപ്പോൾ ഈ ജോമെട്രിക് സീക്വൻസിലെ എലമെൻസിൻ്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജോമെട്രിക് സീരീസ്. ദെൻ ദി ജോമെട്രിക് സീരീസ് ഈസ് ഓഫ് ദ ഫോം സിഗ്മ. ഹൗ ക്യാൻ ഐ റൈറ്റ്? I equal to 0 to infinity AR raised to I. അതിനെന്താ? ഐക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ A into R raised to 0, R raised to 0 is 1, so first term is 1. ഐക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ AR, സെക്കൻഡ് ടേം AR, തേർഡ് ടേം ഐക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ R², AR³, എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ തന്നെ സമ്മിനെയാണ് നമ്മളിങ്ങനെ എഴുതുന്നത്. സോ ഈ ജോമെട്രിക് സീക്വൻസിലെ എലമെൻസിൻ്റെ സമ്മിനെയാണ് ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ജോമെട്രിക് സീരീസിനൊരു പ്രത്യേകതയുണ്ട്. ഈ സീരീസ് കൺവേർജൻ്റ് ആവാൻ ഒരുപാട് ചാൻസ് ഉള്ള സീരീസാണ്. അപ്പോൾ ഇതിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. എപ്പോഴൊക്കെയാണ് കൺവേർജൻ്റ് ആവുക നോക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, സീരീസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഒരു സീരീസിൻ്റെ കൺവേർജൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങോട്ടാണോ കൺവേർജ് ചെയ്യുന്നത് അതിലേക്കായിരിക്കും നമ്മുടെ സീരീസും കൺവേർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺസിഡർ ചെയ്യണം. സോ കൺസിഡർ ദി സീക്വൻസ് ഓഫ് പാർഷ്യൽ സം S1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, S2 എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ 2 പേരുടെ സം, S3 എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ 3 പേരുടെ സം, എക്സെട്ര. Sn എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ n ആൾക്കാരുടെ സം. n ആൾക്കാരെന്ന് പറയുമ്പോൾ ഏതുവരെ വരും? ഫസ്റ്റ് R⁻0, R⁻1, R², എക്സെട്ര. വാട്ട് വിൽ ബി Sn? AR⁻, നോക്കി S3 പറയുമ്പോൾ ഇവിടെ 2 വരെയാണ് വരുന്നത്. അപ്പോൾ Sn എന്ന് പറയുമ്പോൾ ഏത് വരെയാണ് വരിക? ഓക്കെ, ഫോർ ദി ഇവിടെ നമ്മുടെ സീക്വൻസ് I = 0 മുതൽ ഇൻഫിനിറ്റി വരെ തുടങ്ങുന്നതുകൊണ്ട് ഇതിനെ S1 എന്നാണ് വിളിക്കുന്നത്. ഇത് S0, ഇത് S1, ഇത് S2, എക്സെട്ര. അപ്പോൾ Sn എന്ന് പറയുമ്പോൾ A + AR + AR² + എക്സെട്ര AR⁻n എന്ന് എഴുതാൻ പറ്റും. ദിസ് ഈസ് ദി nth പാർഷ്യൽ സം. അപ്പോൾ ഈ സീക്വൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു S0, S1, S2, എക്സെട്ര. ഈ സീക്വൻസ് എപ്പോഴാണോ കൺവേർജ് ചെയ്യുന്നത് ആ സമയത്ത് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ സീക്വൻസ്, ഇഫ് this sequence converges, then limit n tends to infinity Sn can be found. Therefore, sigma I = 0 to infinity AR⁻I will be equal to limit n tends to infinity Sn ആണ് ആവുക. അപ്പോൾ ഈ ലിമിറ്റ് n tends to infinity Sn കണ്ടുപിടിക്കുകയാണ് എൻ്റെ ആവശ്യം. So we have to evaluate limit n tends to infinity Sn. ഓക്കെ. അപ്പോൾ Sn എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്കറിയാം. അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. Now we multiply equation 1 by r into equation 1 ചെയ്തു. So r into Sn = എല്ലാത്തിലും ഒരു 6 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ AR + AR² + അങ്ങനെ വരും അല്ലേ, AR³ + എക്സെട്ര + അവസാനം AR⁻, ഒരു 6 കൂടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ R⁻n ഇവിടെ ഉണ്ട്, പിന്നെ ഒരു R⁻1 ആവും, രണ്ടും ആഡ് ചെയ്യുമ്പോൾ AR⁻n + 1 കിട്ടും. ഓക്കെ. അത് ഇക്വേഷൻ 2 എന്നും വിളിച്ചു.
ഇതിൽ രണ്ടിൽ നിന്നും എന്തിനാ ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ അറിയോ, ഇക്വേഷൻ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എസ് എൻ മൈനസ് ആർ ഇൻറ്റു എസ് എൻ ഈക്വൽ ടു ഇതൊന്നും ഇത് മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം എ ഉണ്ട്, എ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് എ ആർ റേസ് ടു എൻ മൈനസ് ഈ ഓരോ ടേമും ചെയ്യണം. അപ്പോൾ മൈനസ് ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയതുകൊണ്ട് മൈനസ് എ ആർ സ്ക്വയർ മൈനസ് എ ആർ ക്യൂബ് എക്സെട്രാ മൈനസ് എ ആർ റേസ് ടു എൻ മൈനസ് എ ആർ റേസ് ടു എൻ പ്ലസ് 1 ഇത്രയും ടേംസ് ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് പ്ലസ് എ ആർ മൈനസ് എ ആർ ഇതൊക്കെ ക്യാൻസൽ ചെയ്തു. അവസാനം ഉണ്ടാകുന്നത് എന്തേ ഉള്ളൂ, എ മൈനസ് എ ആർ റേസ് ടു എൻ പ്ലസ് 1. ഫസ്റ്റ് ടേമും അവസാനത്തെ ടേമും മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ കിട്ടും. ഇത് രണ്ടിൽ നിന്നും എസ് എൻ ഔട്ട് സൈഡ് എടുത്താൽ 1 മൈനസ് ആർ ഈക്വൽ ടു എ ഇൻറ്റു എ മൈനസ് എ ആർ റേസ് ടു എൻ പ്ലസ് 1 ഓർ എസ് എൻ ഇൻറ്റു 1 മൈനസ് ആർ ഈക്വൽ ടു ഇത് രണ്ടിലും എ ഔട്ട് സൈഡ് എടുത്താൽ 1 മൈനസ് ആർ റേസ് ടു എൻ പ്ലസ് 1 എന്ന് കിട്ടും. ഓർ എസ് എൻ ക്യാൻ ബി റിട്ടൺ, ഇതിനിങ്ങോട്ട് കൊണ്ടുവന്നാൽ എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ എന്ന് എഴുതേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ എസ് എൻ. കാരണം നമുക്ക് ലിമിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇതിനൊരു ജനറൽ ഫോമിലേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എസ് എൻ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പറ്റും. അല്ലാണ്ട് ഇവിടെ കയറി ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വാക്കിയത് തന്നെ. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ 1 മൈനസ് ആർ എന്ന് എഴുതിയിരിക്കുന്നത്. ആ 1 മൈനസ് ആർ ഡിനോമിനേറ്റർ ഉള്ളത് കൊണ്ട് തന്നെ ഈ നമ്പർ വെൽ ഡിഫൈൻഡ് ആയിട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം, പ്രൊവൈഡഡ് ആർ ഈസ് നോട്ട് ഈക്വൽ ടു 1 ആവണം. ആർ ഈക്വൽ ടു 1 ആയാൽ ഡിനോമിനേറ്റർ 0 ആയി പോകും, പിന്നെ എസ് എൻ ഇൻഫിനിറ്റി ആവും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വാല്യൂ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആർ എന്ന് പറയുന്ന കോമൺ റേഷ്യോ മസ്റ്റ് ബി നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് വാല്യൂവേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ഞാൻ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നു. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എസ് എൻ. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലിമിറ്റ് ആവും ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. എക്ക് എന്നിനാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ എയിലും 1 മൈനസ് ആറിലും എന്നിലും അവരൊക്കെ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ എ ബൈ 1 മൈനസ് ആറിനെ പുറത്ത് നിർത്തും. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ആർ റേസ് ടു എൻ പ്ലസ് 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിൻ്റെ ലിമിറ്റ് അറിയണം. അപ്പോൾ ഈ എ ബൈ 1 മൈനസ് ആർ അവിടെ തന്നെ നിൽക്കും. ഇതിൻ്റെ ലിമിറ്റ് മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. വി നോ ദാറ്റ് ആർ ഈസ് നോട്ട് ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ ബിന്ദു മിസ് പഠിപ്പിച്ച ഒരു റിസൾട്ട് ഓർത്ത് വെക്കണം. വി ഹാവ് എ റിസൾട്ട്. ഇവിടെ എഴുതാം. സോ വി ഹാവ് എ റിസൾട്ട്. ഇഫ് മോഡ് ആർ ഈസ് ലെസ് ദാൻ 1 ദെൻ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു n ഈക്വൽ ടു 0. മോഡ് ആർ ലെസ് ദാൻ 1 ആവുന്ന കേസിൽ ആർ റേസ് ടു എന്നിൻ്റെ ലിമിറ്റ് 0 ആണ്. 1. 2. ഇഫ് മോഡ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ 1 ഓർ ആർ ഈക്വൽ ടു -1, മോഡ് ആർ 1നേക്കാൾ വലുതായാലും ആറിന് -1 കൊടുത്തു കഴിഞ്ഞാലും ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു n എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടാവും. ഒരു പവർ റൂൾ എന്ന് പറഞ്ഞിട്ട് എന്തോ ആണോ അതിനകത്ത് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ബിന്ദു ടീച്ചറുടെ ക്ലാസ്സിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് ഇത്ര ആലോചിച്ചാൽ മതി. 1നേക്കാൾ കുറവായിട്ടുള്ള ആർ ഉപയോഗിച്ച് അവരുടെ പവേഴ്സിന് ലിമിറ്റ് കൊടുത്താൽ 0 കിട്ടുള്ളൂ. ഇപ്പോൾ 1നേക്കാൾ കുറവെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ആലോചിച്ചോളൂ. 1/2 1/3 1/4 അതിൻ്റെയൊക്കെ പവർ അത് റേസ് ടു n അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയേ മോഡ് ആർ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോം എങ്ങനെയാണ് 1/2 1/3 1/4 1/5 ഇങ്ങനെ വരും. അപ്പോൾ ആർ റേസ് ടു n എന്ന് പറഞ്ഞാലോ 1/2 റേസ് ടു n 1/3 റേസ് ടു n 1/4 റേസ് ടു n. എന്നിട്ട് അതിന് ലിമിറ്റ് കൊടുത്താലോ ഇതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ എവിടേക്ക് പോകും 2 റേസ് ടു ഇൻഫിനിറ്റി 1/3 റേസ് ടു ഇൻഫിനിറ്റി ഇങ്ങനെ വരും. അപ്പോൾ ഈ നമ്പറൊക്കെ എവിടേക്കാണ് പോകുന്നത് 1/∞ എന്ന് പറയുന്ന സാധനത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് എവിടേക്കാണ് പോവുക 0ക്ക്. അപ്പോൾ ആറിനേക്കാൾ കുറവ് വരുന്ന മോഡ് ആർ ലെസ് ദാൻ 1 ആവുന്ന ആറുകൾക്ക് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി Rn എന്ന് പറയുന്നത് 0 ആണ്. അല്ല 1നേക്കാൾ കൂടിയാലും -1 ആയാലും അതെവിടേക്ക് പോകും ഡസ് നോട്ട് എക്സിസ്റ്റ്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ ആയി പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റിസൾട്ട് ഞാനിവിടെ ഉപയോഗിക്കാൻ പോവാണ്. ഓക്കെ, നമുക്കറിയാം ആർ എന്തായാലും 1 ആവില്ല എന്നറിയാം. അപ്പോൾ മോഡ് ആർ ലെസ് ദാൻ 1 ആവുന്ന കേസ് വരും. മോഡ് ആർ അപ്പോൾ ആദ്യത്തെ കേസ് 1 എടുക്കാൻ പോവാണ്. ഇഫ് മോഡ് ആർ ഈസ് ലെസ് ദാൻ 1, മോഡ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ വി ഹാവ് ഈ റിസൾട്ട് പ്രകാരം ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു n 0 ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആർ റേസ് ടു n 0 ആണെങ്കിൽ ആർ റേസ് ടു n പ്ലസ് 1 0 ആവുന്നതിനോട് ഒരു 6 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? അപ്പുറം ഇപ്പുറം 6 മൾട്ടിപ്ലൈ ചെയ്താൽ
ഇവിടെ r⁻n+1 ആവും, ഇവിടെയും 0 × r 0. അപ്പോൾ ഇത് 0 ആണെങ്കിൽ ഒരു r കൂടി മൾട്ടിപ്ലൈ ചെയ്താലും 0 ആവുന്നേ ആവത്തുള്ളൂ. അപ്പോൾ ഇത് 0. അപ്പോൾ ഈ ലിമിറ്റ് n → ∞ r⁻n+1 0 ആണെങ്കിൽ ഈ വാല്യൂ കയറി എനിക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. Therefore ലിമിറ്റ് n → ∞ Sn ഇതെടുത്ത് എഴുതിയേ ഈക്വൽ ടു a/1 - r. ഇതിന് ലിമിറ്റ് കൊടുത്തു. ഇതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് വരും? ലിമിറ്റ് n → ∞ 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ, മൈനസ് ലിമിറ്റ് n → ∞ r⁻n+1 ദാറ്റ് ഈസ് ഈക്വൽ ടു a/1 - r. 1 മൈനസ് ഇത് എത്രയാണ് കിട്ടുന്നത്? 0. സോ 1 - 0 1 1 × a/1 - r a/1 - r. a എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടേം. 1/r എന്ന് പറഞ്ഞാൽ r നോട്ട് ഈക്വൽ ടു 1 ആയതുകൊണ്ട് 1 - r ഒരിക്കലും 0 ആവുന്നില്ല. 1 - r 0 ആവുന്നില്ല പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. ആ വാല്യൂ a/that value is well defined number. Therefore ലിമിറ്റ് n → ∞ Sn നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു ഫോർ ദ കേസ് ഓഫ് mod r less than 1. Therefore sigma I equal to 0 to infinity ar⁻I is equal to limit n tends to infinity Sn which is equal to a/1 - r for if mod r less than 1. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. ജോമെട്രിക് സീരീസ് ആയ സിഗ്മ I equal to 1 to infinity ar⁻I എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യുന്ന സമയമുണ്ട്. എപ്പോഴാണ്? mod r less than 1 ആണെങ്കിൽ അത് കൺവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യുന്നത് a/1 - r-ലേക്കാണ്. ഇത് ഓർത്ത് വയ്ക്കുക, ഇത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. So the geometric series sigma I equal to 0 to infinity ar⁻I is convergent for the case of mod r less than 1 and it is converges to limit n tends to infinity Sn and that is a/1 - r. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസിൽ എന്താ പറയുന്നത്? mod r less than 1 അല്ലെങ്കിൽ if mod r greater than 1 or r equal to -1 then എന്തുണ്ട് നമുക്ക് റിസൾട്ട്? ആ രണ്ട് കേസിലും ലിമിറ്റ് n tends to infinity r⁻n does not exist. അപ്പോൾ ലിമിറ്റ് n tends to infinity r⁻n+1 is also does not exist. അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യില്ല എങ്കിൽ ഇവിടെ ഇതും എക്സിസ്റ്റ് ചെയ്യില്ല. Therefore limit n tends to infinity Sn is not exist. അപ്പോൾ ലിമിറ്റ് n tends to infinity Sn എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയ നമ്മളുടെ ജോമെട്രിക് സീരീസ് എന്ത് വരും? ഡൈവേർജസ്. ഏത് കേസിലാണ്? ഫോർ mod r less than 1 or r equal to -1. അപ്പോൾ ഈ രണ്ട് കേസിലും നമ്മളുടെ ജോമെട്രിക് സീരീസ് എന്ത് ചെയ്യുന്നു? ഡൈവേർജ് ചെയ്യുന്നു. അപ്പോൾ ഏത് കേസിൽ മാത്രമാണ് കൺവേർജ് ചെയ്യുന്നത്? ഏത് കേസിലാണ് കൺവേർജ് ചെയ്യുന്നത്? mod r less than 1 ആണെങ്കിൽ ഇത്ര മാത്രമേ നിങ്ങൾ പഠിക്കേണ്ടുള്ളൂ. ജോമെട്രിക് സീരീസ് സിഗ്മ ഈക്വൽ ടു 0 to infinity ar⁻I is convergent only for mod r less than 1. ഇതുണ്ടെങ്കിൽ മാത്രമേ കൺവേർജ് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് കൺവേർജ് ചെയ്യുന്നത് a/1 - r-ലേക്കാണ്. ഓക്കെ, ഇതുപയോഗിച്ച് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് the sum of series. So first question 1 plus 1/3 plus 1/9 plus 1/27 plus etc. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സീരീസ് രണ്ട് രീതിയിൽ തരും. ചിലപ്പോൾ സമ്മേഷൻ ഉപയോഗിച്ച് തരും, ചിലപ്പോൾ ഇങ്ങനെ എലമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്ത് തരും. രണ്ട് രീതിയിലും തരാം കേട്ടോ. അപ്പോൾ നമ്മൾ സീരീസ് നോക്കി. അപ്പോൾ ഇത് ജോമെട്രിക് സീരീസ് ഉപയോഗിച്ചിട്ടാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ജോമെട്രിക് സീരീസ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. ഇത് ജോമെട്രിക് സീരീസ് ആണോ, ഏതെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോയിട്ടുണ്ടോ എന്ന് അറിയണം. സോ വേണമെങ്കിൽ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം 1 + 1 × 1/3 പ്ലസ് 1 × 1/3 × 1/3 പ്ലസ് 1 × 1/3 × 1/3 × 1/3 പ്ലസ് എക്സെട്ര. ശരിയാണോ നോക്കിയാൽ 1 തന്നെ. 1 × 1/3 1/3 1 × 1/3 × 1/3 ദറ്റ് ഈസ് 1/9. 1 × 1/3 × 1/3 × 1/3 ദറ്റ് ഈസ് 1/27. അപ്പോൾ ഇതിനിങ്ങനെ എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല. ദറ്റ് ഈസ് 1 + 1 × 1/3 പ്ലസ് 1/3 × 1/3 പ്ലസ് 1/9 × 1/3 പ്ലസ് എക്സെട്ര. ഇതും ശരിയല്ലേ? 1 തന്നെ. 1 × 1/3 1/3 1/3 × 1/3 1/9 1/9 × 1/3 1/27 എക്സെട്ര. യെസ്. അപ്പോൾ ഇവിടെ നോക്കി ഇതിൻ്റെ ഓരോ ടേമും ഇതിനെ ഞാൻ 1നെ a = 1 എന്ന് വിളിച്ചു, കോമൺ റേഷ്യോ 1/3 എന്ന് എടുത്തു. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ നമ്മുടെ ജോമെട്രി സീരീസ് എങ്ങനെയാണ് കിട്ടുക? a, ar, ar², ar³ എക്സെട്ര. അപ്പോൾ ഇവിടെ a1
1 into r, 1 into 1 by 3, that is 1 by 3. 1 into 1 by 3 square, that is 1 by 3 square is 1 by 9. And 1 into 1 by 3 cube, 1 by 3 cube is 1 by 27. ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതെന്ത് സീരീസ് ആണ്? ജോമെട്രിക് സീരീസ് ആണ്. എങ്ങനെയാണ് അത് കിട്ടുന്നത്? എക്ക് 1ഉം ആറിന് 1/3 കൊടുത്താലാണ് നമുക്ക് ഈ സീരീസ് കിട്ടുന്നത്. ശരിയല്ലേ? അതിങ്ങനെ മനസ്സിലാക്കാതെ 1 ഇവിടെ ഇതാണ് എ, ഇതാണ് എ ഇൻറ്റു ആർ, ഇതാണ് എ ആർ ഇൻറ്റു ആർ, അതായത് എ ആർ സ്ക്വയർ വരുന്നത്, എ ആർ ക്യൂബ് വരുന്നത്, ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ട്. സോ വിച്ച് ഈസ് എ ജോമെട്രിക് സീരീസ്, വിച്ച് ഈസ് എ ജോമെട്രിക് സീരീസ്. അപ്പോൾ അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം ജോമെട്രിക് സീരീസ് ആണെന്ന്. നമുക്ക് പെട്ടെന്ന് കണ്ടുകൊണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കണം. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം a is 1 and r equal to 1/3. And we know that the geometric series converges only when mod r is less than 1. We have the geometric series converges only for mod r less than 1. Mod r less than 1 ആണെങ്കിൽ മാത്രമേ കൺവേർജ് ചെയ്യുള്ളൂ എന്ന് നമുക്കറിയാം. Here r equal to 1/3, therefore mod r is equal to mod 1/3. mod 1/3 ഉറപ്പായിട്ടും 1നേക്കാൾ കുറവാണ് അല്ലേ? 1/3 എന്ന് പറഞ്ഞാൽ 1നേക്കാൾ ലെസ് ആയിട്ടുള്ള നമ്പറാണ്. സോ ക്ലിയർലി വിച്ച് ഈസ് ലെസ് ദാൻ 1, therefore it converges. ആൻഡ് ഇനി കൺവേർജസ് ആണെന്ന് മനസ്സിലായി. ഇനി എങ്ങോട്ട് കൺവേർജ് ചെയ്യും? therefore sigma I equal to 0 to infinity ar raised to I converges to, എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്ന പഠിച്ചത്? a by 1 minus r. അപ്പോൾ here our series 1 plus 1/3 plus 1/9 plus etc. is converges to a എന്ന് പറഞ്ഞാൽ എത്രയാ? 1. r എന്ന് പറഞ്ഞാൽ എത്രയാ? 1/3. 1 divided by 1 minus 1/3, that is equal to 1 divided by 1 minus 1/3 is 2/3, that is 3/2. So 1 plus 1/3 plus 1/9 plus etc. is equivalent to 3/2. നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് സിഗ്മ n equal to 0 to infinity 1/6 raised to n/2. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് എലമെൻറ്റ്സ് ആദ്യം നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ n വാല്യൂസ് ഇട്ട് കൊടുക്കണം. n 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1/6 raised to 0/2, that is 1/6 raised to 0, that is 1. n 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1/6 raised to 1/2. n 2 ഇട്ട് കഴിഞ്ഞാൽ 1/6 raised to 2/2 is 1. അടുത്തത് 1/6 raised to 3/2. അടുത്തത് 1/6 raised to 4/2, that is square plus etc. ഇങ്ങനെ വരും. അപ്പോൾ ഇതിനൊരു വ്യത്യാസമായിട്ട് നമുക്കിത് ജോമെട്രിക് സീരീസ് ആണ്, ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 plus 1/6 raised to 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? √6 എന്ന് എഴുതാം അല്ലേ? അതുപോലെ 1/6നെ എനിക്ക് എങ്ങനെ എഴുതാം? √6 ഇൻറ്റു 1/√6 എന്ന് എഴുതാം. രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/6 തന്നെ കിട്ടും. അടുത്തത് 6 ഇൻറ്റു 1/√6 എന്ന് എഴുതാം. അപ്പോൾ 1/6 ഇൻറ്റു 1/√6 എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു √6 എന്ന് കിട്ടും. 6 raised to 1, 6 ഇൻറ്റു √6 എന്ന് പറഞ്ഞാൽ 6 raised to 1/2, ആഡ് ചെയ്യുമ്പോൾ 6 raised to 3/2 തന്നെയാണ്. അപ്പോൾ 6 raised to 3/2 എനിക്ക് എങ്ങനെ എഴുതാം? 6 ഇൻറ്റു 1/√6 എന്ന് എഴുതാം. അടുത്തത് 6 ഇൻറ്റു √6 ഇൻറ്റു 1/√6 പ്ലസ് എക്സെട്ര. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എലമെൻസിനെ എനിക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ടേം എ ആണ് ഇവിടെ 1. അടുത്തത് 1ൻ്റെ കൂടെ 1/√6 മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ നമുക്ക് 1/√6 കിട്ടി. അടുത്തത് ഈ 1/√6ൻ്റെ കൂടെ വീണ്ടും 1/√6 മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 1/6 കിട്ടി. ഇനി ആ കിട്ടിയ 1/√6 ഇൻറ്റു √6ൻ്റെ കൂടെ വീണ്ടും ഒരു 1/√6 മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 6 raised to 3/2 കിട്ടും. വീണ്ടും ഒരു 1/√6 മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് 1/6 സ്ക്വയർ കിട്ടും. വീണ്ടും ഒരു 1/√6 മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 6 raised to 2√2 കിട്ടും. അപ്പോൾ അങ്ങനെ ഈ സീക്വൻസിലെ എലമെൻറ്റ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ വിച്ച് ഈസ് എ ജോമെട്രിക് സീരീസ്. വിച്ച് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം A1 ആണ്. ആൻഡ് കോമൺ റേഷ്യോ എത്രയാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്? 1/√6 ആണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ഇത് ജോമെട്രിക് സീരീസ് ആണെന്ന് മനസ്സിലായി, കോമൺ റേഷ്യോ കിട്ടി. ഇനി മോഡ് ആർ ലെസ് ദാൻ 1 ആണെങ്കിലേ കൺവേർജ് ചെയ്യുള്ളൂ. അപ്പോൾ മോഡ് ആർ എന്ന് പറഞ്ഞാൽ മോഡ് 1/√6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√6ൻ്റെ വാല്യൂ എന്തായാലും 1നേക്കാളും കുറവാണ്. ദെർഫോർ അവർ സീരീസ് കൺവേർജസ്. സീരീസ് കൺവേർജസ് ടു എങ്ങോട്ട് കൺവേർജ് ചെയ്യും? a/1 - r ദാറ്റ് ഈസ് a എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ r എന്ന് പറയുമ്പോൾ 1/√6 ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ √6 ഡിവൈഡഡ് ബൈ √6 മൈനസ് 1 ഡിവൈഡഡ് ബൈ √6 or √6 ഡിവൈഡഡ് ബൈ √6 മൈനസ് 1. Yes, oh sorry, this is into √6 that is 1 by I can write 6 minus √6 വേണമെങ്കിൽ, നിർബന്ധമില്ല, whatever it's valid. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം നമുക്കതുപോലെ. സിഗ്മ I ഈക്വൽ ടു 1 to infinity 1/5 അപ്പോൾ ഇവിടെയും നമ്മൾ ആദ്യം വാല്യൂസ് ഇട്ട് കൊടുക്കണം. ഐക്ക് 1 മുതലാണ് തുടങ്ങാൻ പറഞ്ഞിരിക്കുന്നത്. ഐക്ക് 1 കൊടുക്കുമ്പോൾ 1/5, ഐക്ക് 2 കൊടുക്കുമ്പോൾ 1/5², 1/5³ 1/5⁴ എക്സെട്ര. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം 1/5 ആണ്. ഇനി ഏതാണ് കോമൺ റേഷ്യോ, ഏതാണ് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുന്നത്? 1/5 തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുന്നത്. സോ കോമൺ റേഷ്യോ ഇസ് 1/5. സോ മോഡ് ആർ ഇസ് ഈക്വൽ ടു മോഡ് 1/5. അത് 1നേക്കാളും കുറവാണ്, തീർച്ചയായിട്ടും 1/5ൻ്റെ വാല്യൂ 1നേക്കാളും കുറവാണ്. ദെർഫോർ ഇറ്റ് ഈസ് കൺവേർജസ് അല്ലേ, കൺവേർജസ് ടു a/1 - r that is 1/5 divided by 1 minus r is again 1/5 that is 1/5 divided by 4/5 or 1/5 into 5/4 will be 1/4. So the series converges to 1/4. അപ്പോൾ ഇങ്ങനെ ജോമെട്രിക് സീരീസിൻ്റെ അപ്ലിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ നോക്കി പഠിക്കുക കേട്ടോ.